ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോയേക്കാം. പക്ഷെ അതിനു മുമ്പായിട്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇന്നലെ എപ്പിസോഡ് തീർന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലി അമ്മയുടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന പണം കണ്ടെത്താനായിട്ട്, അതായത് MRI സ്കാൻ അച്ഛൻ്റെ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണം ഒരു 12,000 രൂപയിൽ മിനിമം വേണം. അപ്പോൾ അത് എടുക്കാനായിട്ട് അഞ്ജലിക്ക് ഒരു പോംവഴി ഞാൻ കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അഞ്ജലിയും അമ്മയും കൂടെ എത്ര ആലോചിച്ചിട്ടും ഒരു സൊല്യൂഷൻ ശരിക്കും ഞാൻ കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല അല്ലേ. അപ്പോഴാണ് അവസാനം ഒരു കച്ചിത്തൂരുമ്പ് എന്ന നിലയ്ക്ക് അമ്മ കെട്ടുതാരി ഊരി അഞ്ജലി കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ കെട്ടുതാലി കൊണ്ടുപോയിട്ട് റിസപ്ഷനിൽ കൊടുത്തിട്ട് അച്ഛൻ്റെ MRI സ്കാൻ എടുക്കാനായിട്ട് സമ്മതിക്കാവോ എന്ന് അവരോടൊന്ന് റിക്വസ്റ്റ് ചെയ്യുന്നിട്ട് അഞ്ജലിയോട് ശ്യാമളാമ്മ പറയുകയാണ്. അപ്പോൾ അവർ ചെന്നിട്ട് ഇങ്ങനെ റിസപ്ഷൻ ചെന്ന് ചോദിക്കും, ഇങ്ങനെ ഈ കെട്ടുതാലി ഇവിടെ വെച്ചിട്ടൊന്ന് പണം ഇപ്പം ഞങ്ങളുടെ കയ്യിലില്ല, ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് സ്കാൻ ചെയ്യാവോ, പണം കിട്ടുമ്പോൾ ഞങ്ങൾ തിരിച്ചെടുത്തോളാം. അപ്പോൾ അവർ പെട്ടെന്ന് ഞെട്ടിപ്പോയി, ഇതങ്ങനെ നടക്കും, അത് ശരിയാവത്തില്ല, അങ്ങനെ ഇങ്ങനെ സ്വർണ്ണം ഇവിടെ സ്വീകരിച്ചിട്ട് അതൊന്നും നടക്കത്തില്ല. അപ്പോൾ അവർ കുറേ റിക്വസ്റ്റ് ചെയ്യും. അവർ പറഞ്ഞ് അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ചെയ്യാറില്ല, അത് നടപടിയാവുന്ന പരിപാടിയല്ല എന്ന് അവർ വളരെ ഇതായിട്ട് പറയുകയാണ്. അപ്പോൾ അവർ പിന്നെ അവസാനം പറയും, ഡോക്ടർ സമ്മതിച്ചാൽ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തേക്കാന്ന് പറയും. അങ്ങനെ ഡോക്ടറുടെ സമ്മതം കിട്ടണം, അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ചെയ്ത് തരാമെന്ന് പറയും, MRI സ്കാൻ എടുക്കാമെന്ന് പറയാം. അപ്പോൾ ഒരു ഡോക്ടറെ മുറിയിച്ചിലും ഒരു ഡോക്ടറോട് പറയും, കെട്ടുതാലി ഒന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് അച്ഛൻ്റെ MRI സ്കാൻ ഉടനെ ഒന്ന് ചെയ്യാവോ, വേറെ പൈസ ഇപ്പം ഞങ്ങളുടെ കയ്യിലില്ല, പൈസ വരുമ്പോൾ തന്നെ ഞങ്ങളെ തിരിച്ചങ്ങ് എടുത്തോളാം. അപ്പോഴത്തേനും ഡോക്ടർ ആദ്യം ഒന്ന് റൂഡായിട്ട് സംസാരിക്കും, അതങ്ങനെ ഇതൊരു ഫൈനാൻസ് സ്ഥാപനമൊന്നും അല്ലെങ്കിൽ സ്വർണ്ണമൊക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്യാനായിട്ട് എന്നൊക്കെ പറയും. പക്ഷേ അഞ്ജലി വളരെ റിക്വസ്റ്റ് ചെയ്ത് അവസ്ഥയെപ്പറ്റി ഇങ്ങനെ വിശദീകരിക്കും. ഡോക്ടർ പിന്നെ ഓക്കെ എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചു, ഓക്കെ MRI സ്കാൻ എടുത്തേക്കാം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ MRI സ്കാൻ എടുക്കാനായിട്ട് നമ്മളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം അമ്മ ശ്യാമളാമ്മ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കണം. കാരണം കുറേ അധികം സാധനങ്ങളും സംഭവങ്ങളൊക്കെ എടുക്കാനുണ്ട് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതെടുക്കാനായിട്ട് അമ്മ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ അമ്മായി ഓടി വരികയാണ് ഇരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട്. വളരെ എന്താ ഞാൻ പറയുക, വളരെ റൂഡായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അമ്മായി ബിഹേവ് ചെയ്യുന്നത്. നമ്മുടെ ഒരു കുടുംബം ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോൾ പറയാൻ പറ്റാത്ത വാക്കുകളും പ്രവൃത്തികളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അമ്മായിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ അമ്മായി ചോദിക്കും എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. അഞ്ജലി രാത്രി വിളിച്ചിട്ട് പൈസ വെച്ചു, എൻ്റെ അടുത്ത് എവിടുന്ന ശ്യാമളെ പൈസ എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ടാണ് കൊടുക്കായിരുന്നത്. വെറും പച്ചക്കള്ളാണ് ശരിക്കും പറഞ്ഞാൽ അമ്മായി പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആര് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച ചിട്ടി കിട്ടിയ പൈസ ഇവിടെ പോയി. അപ്പോൾ അമ്മായി പറയുന്നത് അത് ഞാൻ വേറെ ആൾക്കും മറിക്കാൻ വേണ്ടി കൊടുത്തു. വെറും പച്ചക്കള്ള പറയുന്നത് എന്ന അമ്മായിയുടെ ഭാവങ്ങളിൽ നിന്ന് തന്നെ ശ്യാമളാമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ശ്യാമളാമ്മ പറയും, ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുമോ, ബന്ധുക്കളൊക്കെ കൂടെ ഉണ്ടാവുമോ എന്ന് നമ്മൾ വളരെ മോശം സാഹചര്യം വഴി കടന്നു പോകുമ്പോഴാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഇതൊക്കെ അതിനൊരു അവസരമാണെന്ന് ഈ അമ്മായിനെ കുത്തിക്കൊണ്ടൊന്ന് നമ്മുടെ ശ്യാമളാമ്മ പറയണം. അപ്പോൾ ഈ സമയത്ത് പിന്നെ ശ്യാമളാമ്മയുടെ അമ്മായി പറയുകയാണ്, നിന്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശ്യാമളയുടെ ഈ പൈസ ഇരിപ്പുണ്ടല്ലോ, അനുപമ തന്ന പൈസ ഇരിപ്പുണ്ടല്ലോ, അതിൽ നിന്നെടുത്ത് കൊടുത്താൽ പോരെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ പൈസ ഇപ്പോഴും ശ്യാമളാമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്നാണ് ഈ അമ്മയുടെ വിചാരം കേട്ടോ. അപ്പോൾ അതിന് ശ്യാമളാമ്മ പറയും, ആ പൈസ എൻ്റെ കയ്യിലില്ല, അവളുടെ പിച്ചക്കാശ് എനിക്ക് ആവശ്യമില്ല, അവളുടെ നാണം കെട്ട് അവൾ ഉണ്ടാക്കിയെടുത്ത പൈസ എനിക്ക് ആവശ്യമില്ല, ഞാനത് അവളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ടുണ്ട്, എനിക്കത് ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പോഴാണ് അമ്മായി അറിയുന്നത് ഈ പൈസയൊക്കെ ശ്യാമളാമ്മ തിരിച്ചുകൊണ്ട് അനുഭവിക്കാൻ എറിഞ്ഞു കൊടുത്തു എന്നുള്ള കാര്യം ശരിക്കും അമ്മായി അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അമ്മായി പറയും, ഇങ്ങനെ അനുപമയെ മകളല്ലേ, അവളുടെ ഇനിയും വേണമെങ്കിൽ പൈസ വാങ്ങാലോ, അവളുടെ പിച്ചക്കാശ് എനിക്ക് ആവശ്യമില്ലാന്ന് ശ്യാമളാമ്മ പറയുന്നത്. അവളിൽ നിന്ന് 1 രൂപ വാങ്ങിയിട്ട് ഒരു സഹായം എനിക്ക് വേണ്ട, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായാൽ പോലും എനിക്ക് പൈസയുടെ ആവശ്യമില്ലാന്ന് അമ്മ പറയുക. അപ്പോൾ പറയും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളി തട്ടിപ്പോകും, വളരെ റൂഡായിട്ട് പറയുകയാണ് പുള്ളി തട്ടിപ്പോകുന്നത്. അത് കേൾക്കുമ്പോഴത്തേനും ആകെ എല്ലാവർക്കും കൂടെ ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ഉണ്ടാകുന്നത്. അനുപമയോട് ചോദിക്കും പൈസ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും ഒരു കാര്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ശ്യാമള പറയും, എന്ത് സംഭവിച്ചാലും ഞാൻ ചോദിക്കത്തില്ല അങ്ങനെ പറയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ അച്ഛനെ ലോറി വെച്ച് തട്ടിയിട്ട കാര്യം, അവർ പ്ലാൻ ചെയ്ത കാര്യം നടപ്പിലാക്കിയെന്ന് കുറിപ്പ് ഇതിനിടയിൽ രാമനുണ്ണി വക്കീലിനെ ഫോൺ വിളിച്ച് പറഞ്ഞ് ആ സന്തോഷം പങ്കിടുന്ന കുറച്ച് സീനുകൾ കൂടി ഇതിനിടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ആ സംഭവം ഒരു കുറച്ച് നേരം ആ സീനുകളുണ്ട്. വളരെ അവരുടെ സന്തോഷം നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ്.
അവരാഗ്രഹിച്ചതുപോലെ ഈ അഞ്ജലിയുടെ അച്ഛനെ അവർ കിടത്താനായിട്ട് തട്ടിപ്പോകരുത്, എന്നാൽ കിടത്തുകയും വേണം. ആ ഒരു ആഗ്രഹം അവർ ഉദ്ദേശിച്ചവരെ നടന്നു വന്ന കുറിപ്പ് വളരെയധികം സന്തോഷത്തോടു കൂടി വിളിച്ച് രാമനുണ്ണിയൊക്കെ എന്നോട് പറയുന്നു. അതിൻ്റെ ആഘോഷങ്ങളിലൊക്കെയാണ് അവരവിടെ. അപ്പോൾ അങ്ങനെ സംഭവമൊക്കെ നടക്കുന്നത്. ഇങ്ങനെ കുറച്ച് സംഭവം നടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ അർജുൻ്റെ ഫ്രണ്ട് വിളിച്ച് പറയുന്നുണ്ട്, ഇതുപോലെ അഞ്ജലി എന്തോ ഹോസ്പിറ്റൽ കേസായിട്ട് ബന്ധപ്പെട്ടു, പൈസയുടെ ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്നത്, എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അർജുനും ഈ സംഭവം അറിയുന്നുണ്ട്. അർജുൻ്റെ ഫോണിലേക്ക് ഫോൺ വിളിച്ചോന്ന് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ഇത് അർജുനും ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അർജുൻ സംഭവങ്ങളൊക്കെ അപ്പോഴായിരിക്കും അർജുൻ അറിയാനായിട്ട് പോകുന്നത്. എന്താണ് ഇതിങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ഈ എഴുതിയിലെ എണ്ണ ഒഴിക്കലാണല്ലോ ഈ അമ്മായിയുടെ പ്രധാന ജോലി. അപ്പോൾ അമ്മായി അനുപമയെ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ അനുപമയുടെ പൊങ്ങച്ച് സഹിക്കാൻ പറ്റാത്ത പൊങ്ങച്ചാണ്. അത് ചെയ്യണം, ഇത് ചെയ്യണം, 3 ലക്ഷം രൂപയുടെ എന്താ മാല എടുക്കാൻ പോകണം, അങ്ങനെ കുറേ പൊങ്ങച്ചൊക്കെ. തീരെ തിരക്കിലാണ് അമ്മായി. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പറയാനുള്ള വേഗം പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു പൊങ്ങച്ചം അനുപമ അടിച്ചു വിടുകയാണ്. അപ്പോഴത്തേനും അമ്മായി പറയും, നീ ഇങ്ങനെ അത് ചെയ്ത് ഇത് ചെയ്ത് നടന്നു, നിന്റെ അച്ഛൻ അവിടെ വണ്ടി ഇടിച്ച് ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അനുഭവം ഞെട്ടിത്തരിക്കുന്ന ഒരു സീനോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത്. അപ്പോൾ ഇന്ന് വന്ന പ്രൊമോയെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അച്ഛനെ MRI സ്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അഞ്ജലി ഇങ്ങനെ നിൽക്കുമ്പോൾ ഫ്രണ്ട്സ് വരുന്നുണ്ട്, അവർക്ക് 10,000-2,000 രൂപ ഒപ്പിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ MRI സ്കാൻ കഴിഞ്ഞതിന് ശേഷം അഞ്ജലി ഡോക്ടറെ കയറി കണ്ടു എന്ന് പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അച്ഛനെ കയറി കാണുന്നു, ഡോക്ടറെ കയറി കാണുന്നു. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ടും അഞ്ജലി ഒട്ടും ഹാപ്പി അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അമ്മ വന്നിട്ട് അഞ്ജലി കുട്ടിയോട് ചോദിക്കുകയാണ്, എന്താണ് പറഞ്ഞത്, എന്താണ് ഡോക്ടർ പറഞ്ഞത്, അച്ഛന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ MRI സ്കാൻ കഴിഞ്ഞ ശേഷം എന്നൊക്കെ അഞ്ജലിയോട് ചോദിക്കുകയാണ്. അപ്പോൾ അഞ്ജലി എന്താ പറയുക, ഒരു മൗനത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വളരെ സങ്കടത്തോട് കൂടിയിട്ടൊരു കാര്യം പറയുകയാണ്. അതായത് MRI സ്കാൻ കഴിഞ്ഞു, പക്ഷേ അതിഭീകരമായ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല, എങ്കിൽ പോലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സിംറ്റംസോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ വരികയാണെന്നുണ്ടെങ്കിലോ ഒരു സർജറി വേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാണ് അഞ്ജലി ശ്യാമളാമ്മയോട് പറഞ്ഞത്. ഇത് കേട്ട് ശ്യാമളാമ്മ ശരിക്കും തളർന്നു പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു MRI സ്കാൻ എടുക്കാൻ പോലും ഉള്ള പണം മുടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഞ്ജലിക്ക് ശ്യാമളാമ്മയ്ക്കൊക്കെ വീട്ടിലുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ തന്നെ 10,000-20,000 രൂപയുടെ ചിലവ് ഏകദേശമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനിയൊരു സർജറി കൂടി വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ താങ്ങുമെന്ന് ശരിക്കും പറഞ്ഞാൽ അഞ്ജലിക്കും ശ്യാമളാമ്മയ്ക്കും ശരിക്കും അറിയില്ല. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ പോക്ക് കണ്ടിട്ട് ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. സർജറിയും ഉറപ്പായിട്ട് വേണ്ടി വരുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്ന അഞ്ജലിയുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പോംവഴികൾ ശരിക്കും പറഞ്ഞാൽ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. നമ്മൾ പ്രൊമോയിൽ കാണുന്നുണ്ട് അഞ്ജലി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു, അതായത് നാളെ എപ്പിസോഡിൽ തന്നെ മിക്കവാറും അർജുൻ ഇത് അറിഞ്ഞ് എത്തുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രൊമോയിൽ അങ്ങനെ ഒരു സീനൊന്നും കണ്ടിട്ടില്ല, എങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അർജുൻ ഈ സംഭവം അറിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തും എന്ന്. അർജുൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കോൺഫിഡൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അർജുൻ അഞ്ജലിക്ക് കൊടുത്തുള്ളൂ. അപ്പോൾ അർജുൻ ഇത് അർജുൻ എത്തിയാൽ മാത്രമേ അഞ്ജലിക്ക് ഇനി കാര്യങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതിൽ നമുക്ക് ഉറപ്പാണ്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.